ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ 33-ാം ദിവസമായ ഇന്ന് നാം ചിന്തിക്കുന്നത് കരുണയെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ദൈവിക സ്വഭാവമാണ് കരുണ. ദൈവം കരുണയുടെ പ്രതീകമാണ്. കരുണ മനുഷ്യന് ലഭിക്കുന്നത് അവൻ്റെ നന്മ കൊണ്ടല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവന് ദാനമായി നൽകുന്നതാണ്. ദൈവത്തെ പ്രസാദിക്കേണ്ടത് യാഗത്തിലല്ല. മീക 6:8 ഇപ്രകാരം പറയുന്നു, യാഗത്തിലല്ല കരുണയിൽ അത്രേ ദൈവം പ്രസാദിക്കുന്നത്. സങ്കീർത്തനം 145:8 പറയുന്നു, യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും ഉള്ളവൻ, യഹോവ എല്ലാവർക്കും നല്ലവൻ. തൻ്റെ സകല പ്രവൃത്തികളോടും അവന് കരുണ തോന്നുന്നു. അന്ധനായ ബർത്തിമായി യേശു കടന്നു പോകുന്നത് കണ്ടിട്ട് യേശു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറഞ്ഞ് അവനെ പിടിച്ചു നിർത്തുന്നു. ആ നിലവിളി അവനെ കരുണ കാണിക്കുവാൻ കാരണമായി. അവൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ലഭിച്ചു. ഇങ്ങനെ യേശുവിൻ്റെ കരുണ തൊട്ടറിഞ്ഞവർ അനേകരാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സങ്കീർത്തനം 103:13 ഇങ്ങനെ പറയുന്നു, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് മോചിപ്പിച്ചതും കനാൻ ദേശത്തിലേക്ക് ഉപകാരമായി കൊണ്ടുവന്നതും ദൈവത്തിൻ്റെ കരുണയാണ്. കരുണ അനുഭവിച്ചവർക്കാണ് അത് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ നല്ല ശമര്യക്കാരൻ്റെ ഒരു ഉപമ പറയുന്നു. ഈ ഉപമ പറഞ്ഞു വരുമ്പോൾ യേശു ശ്രോതാവിനോട് ചോദിക്കുന്നത്, ഈ മൂവരിൽ ആരാണ് വഴിയാത്രക്കാരന് കൂട്ടുകാരനായി തീർന്നത്? ന്യായശാസ്ത്രി വളരെ കൃത്യമായി ഉത്തരം നൽകുന്നു. അവനോട് കരുണ കാണിച്ചവൻ ഒത്തിരി വിലപിടിപ്പുള്ള പണവും വസ്തുക്കളും കൊണ്ട് അസമയത്ത് ആരെയും വകവയ്ക്കാതെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നടുവിൽ കൂടി കടന്നുപോയ വഴിയാത്രക്കാരൻ. ഇദ്ദേഹത്തെ മർദ്ദിച്ച് അവശനാക്കി ഇട്ടേച്ച് പോയപ്പോൾ ശുശ്രൂഷിച്ച ആളാണ് നല്ല ശമര്യക്കാരൻ. എന്നിട്ട് മുറിവേറ്റയാളെ സത്രത്തിലാക്കി 2 വെള്ളിക്കാശ് നൽകി, അധികം ചിലവായാൽ ഞാൻ തന്നുകൊള്ളാമെന്ന് ശമര്യക്കാരൻ പറഞ്ഞു. ഇതിൽ യേശുവാണ് നല്ല ശമര്യക്കാരൻ. മുറിവേറ്റയാൽ നമ്മുടെ കരുണ ആഗ്രഹിക്കുന്ന ഒരാൾ. നാം ഓരോരുത്തരും സത്രം സൂക്ഷിപ്പുകാരാണ്. നമ്മുടെ സമയം, ആരോഗ്യം, സമ്പത്ത് വിനിയോഗിച്ചിട്ടാണ് നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ കഴിയുന്നത്. നമുക്ക് അധികം ചിലവാകുന്നത് കർത്താവ് നമുക്ക് നൽകും. നാം ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് നമ്മുടെ ഉള്ളിലെ കരുണയാണ്. നമുക്ക് കരുണയുണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എല്ലാ മേഖലയിലും ശീലിക്കാനും പരസ്പരം കൈമാറാനും കഴിയുന്ന ഒരു സ്നേഹബന്ധമായി കരുണ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മെ സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.